ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു എ ചാനൽ മൈ കുക്കിംഗ് സ്റ്റോറീസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ജാം റോൾ അല്ലെങ്കിൽ സ്വിസ് റോൾ കേക്കാണ്. ഇത് നമ്മൾ എപ്പോഴും ബേക്കറിയിൽ നിന്നൊക്കെ സ്ഥിരം മേടിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാം. ഒരു 15 മിനിറ്റ് മതി നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 2 മുട്ടയാണ് എടുത്തിട്ടുള്ള, റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. മുട്ടയുടെ കൂടെ പഞ്ചസാരയും കൂടി ഇടണം. 1/4 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ മുട്ടയുടെ ഈ ഡാർക്ക് മഞ്ഞ പോയിട്ട് ഒരു ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കളറിലാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ മുട്ടയുടെ ഒരു ടേസ്റ്റ് ഒക്കെ മാറി നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു അരിപ്പ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദയും അതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറാണ് വേണ്ടത്. ഒരു പിഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 1/8 ടീസ്പൂൺ ഒക്കെ വരാം. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഇതിലേക്ക് നന്നായിട്ട് അരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നൊരു സ്പാറ്റില വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഓവനൊന്നും ഇല്ലാതെ നമ്മുടെ സാധാരണ ഒരു ഫ്രൈങ് പാനിലാണ്. ഞാൻ സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പാനാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വീതിയുള്ള ഇതൊരു നോൺ സ്റ്റിക്ക് പാന് വേണമെങ്കിൽ എടുക്കാം. ഇതിൽ ഞാൻ ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാറ്റില വെച്ചിട്ട് ഇതുപോലെ നല്ല ഈവൻ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു പാനിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ ഇത് ബേക്കായി വരുമ്പം ഒരു സൈഡ് ഇങ്ങനെ ചിലപ്പോൾ പൊന്തി വരാനൊക്കെ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം എയർ ബബിൾസ് ഒക്കെ പോവുകയും ചെയ്യും. ഇനി നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കണം. ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ എടുക്കും ഇത് ബേക്ക് ആവാൻ വേണ്ടിയിട്ട്. എനിക്കിവിടെ കുറച്ച് ടൈം അധികം ആയതുകൊണ്ട് അതിന്റെ കളർ കുറച്ചൊന്ന് ഡാർക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് 8 മിനിറ്റ് ആകുമ്പോൾ ഒന്നൊരു സ്ക്യൂവർ വെച്ചിട്ട് അല്ലെങ്കിൽ ടൂത്ത്പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കുത്തി നോക്കുമ്പം ഇങ്ങനെ ബാറ്റർ ഒന്നും ആ ഒരു സ്ക്യൂവറിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കേക്ക് ഈ ഒരു പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്പഞ്ച് കേക്ക് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് തണുപ്പ് പോകാൻ വേണ്ടി പുറത്തേക്ക് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഈ ഒരു കേക്ക് വെച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂട് പോയതിനു ശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് വെക്കാം. ഇതിൽ ഞാനിപ്പം ജാമാണ് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതൊരു മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെക്കാം. അപ്പോൾ ന്യൂട്ടെല്ല ഇഷ്ടമുള്ളവർക്ക് അത് വെക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ല ഇനിയിപ്പം ക്രീം ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ജസ്റ്റ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ ആ ഒരു ഫില്ലിങ് വേണമെങ്കിൽ അതും വെക്കാം.
അപ്പോൾ ഞാൻ ജാം ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാവുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ജാം വെക്കുന്നത്. അപ്പോൾ ഈ ജാം നമുക്ക് ഈ ഒരു സ്പഞ്ച് കേക്കിലേക്ക് ഫുള്ളായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഇടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇടുമ്പം നല്ലൊരു ടേസ്റ്റ് ആണ് ഈ ഒരു ഫില്ലിങ്ങിന്. ഇനി ഈ ഒരു സ്പഞ്ച് കേക്ക് നമുക്ക് റോൾ ചെയ്തിട്ട് എടുക്കണം. ഇത് റോൾ ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം, കാരണം അത്രയും സോഫ്റ്റ് ആണ് നമ്മൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് ഇങ്ങനെ പതുക്കെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബേക്കിംഗ് പേപ്പറിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യണം. കവർ ചെയ്യുമ്പം കുറച്ച് ടൈറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് ഇതിന്റെ സൈഡും ഒന്ന് ഇങ്ങനെ ടൈറ്റ് ആക്കി കൊടുക്കുക. ഇത് നമ്മൾ റോൾ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ നന്നായിരിക്കും. എന്നാലും നന്നായിട്ട് സെറ്റ് ആയിട്ട് ആ ഒരു ഫില്ലിംഗ് ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കും. ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഇത് തുറക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് പൗഡർഡ് ഷുഗർ ഇതുപോലെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റോൾ കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് കത്തി വെച്ചിട്ട് ഇതുപോലെ ഓരോ റോളായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്വിസ് റോള് ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാലോ ഇത് എന്ത് സോഫ്റ്റ് ആണ് ഇതെന്ന്. അതുപോലെ തന്നെ ഈ ഒരു ജാമും ഈ ഒരു കേക്കിന്റെയും ഈ ഒരു മിക്സ് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണിത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ പറയാം. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്